പുനലൂർ ബാർ അസോസിയേഷന്റെ വരവ് ചിലവ് കണക്കുകളിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പുനലൂരിൽ പ്രതിഷേധ സംഗമം നടത്തി. പുനലൂർ ബാർ അസോസിയേഷന്റെ വരവ് ചിലവ് കണക്കുകളിൽ ഗുരുതരമായ പൊരുത്തക്കേടുകൾ നിലനിൽക്കുകയാണെന്നും അഭിഭാഷകരുടെ പൊതുസ്വത്തായ അസോസിയേഷൻ ഫണ്ടിൽ വന്ന 2,11,601 രൂപ കാണാനില്ലെന്നും ഇതിനെ തുടർന്ന് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇടതുപക്ഷ അഭിഭാഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പുനലൂർ ബാർ അസോസിയേഷൻ ഓഫീസിന് മുന്നിൽ അഭിഭാഷകരുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമം മുൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എച്ച് രാജീവൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണ് ഈ ബാർ അസോസിയേഷൻ തന്നെ രൂപം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, അഡ്വക്കേറ്റ് എൻ രാജഗോപാലൻ നായർ സാറിനെ പോലെ, അതുപോലെ തന്നെ രാമകൃഷ്ണ അയ്യർ സാറിനെ പോലെ, ഭാസ്കരൻ സാറിനെ പോലെ, അഡ്വക്കേറ്റ് വക്കം ഭരതനെ പോലെ മൺമറഞ്ഞവരായ നിരവധി പേർ ചേർന്ന് രൂപീകരിച്ച ഒന്നും അതിനെ ആ നിലയിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ആളുകളുമാണ്. അതിനുശേഷം നമ്മുടെ ബാർ സംഭാവന ചെയ്ത നിയമരംഗത്തും ഭരണരംഗത്തുമെല്ലാം സംഭാവന ചെയ്ത അനേകം ആളുകളുണ്ട്. അഡ്വക്കേറ്റ് കെ രാജു സാറിനെ പോലെ, നിയമരംഗത്താണെങ്കിൽ അഡ്വക്കേറ്റ് കെ കമാൽ ഭാഷയെ പോലെയും, അതുപോലെ തന്നെ നിരവധി പേർ ഇന്ന് ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയും മറ്റും നമ്മുടെ ബാറിൽ നിന്നും പോയിട്ടുള്ളവരായിട്ടുണ്ട്. അതിൽ വിവിധ സ്വഭാവത്തിലുള്ള ആളുകളെല്ലാം ഉണ്ടാകും. എന്നാലും വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്ന ഒട്ടേറെ ആളുകളുണ്ട്. എന്നാൽ അങ്ങനെ രൂപം കൊണ്ട ബാറിൽ അഭിഭാഷകർക്ക് വേണ്ടി രൂപം കൊണ്ട, അവരുടെ ക്ഷേമത്തിന് വേണ്ടി രൂപം കൊണ്ട, ഇതിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി രൂപം കൊണ്ട ഒരു ബാറിനെ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട വൈകൃതമാക്കുന്ന, ഇതിന്റെ സ്വഭാവത്തെ വൈകൃതമാക്കുന്ന കൃത്രിമങ്ങളുടെ ഒരു കൂത്തരങ്ങായി ബാർ അസോസിയേഷനെ മാറ്റിയിരിക്കുന്ന ഒരു 2 വർഷക്കാലമാണ് കടന്നുപോയിട്ടുള്ളത്. കേട്ടുകേൾവിയില്ലാത്ത, ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത, അഭിഭാഷകനാണ് എന്നതിൽ പോലും തർക്കമുള്ള ആളുകളെ കൊല്ലത്തു നിന്നും കൊട്ടാരത്തിൽ നിന്നും മറ്റ് നാടുകളിൽ നിന്നും ഇവിടേക്ക് കൃത്രിമമായി, ഇതിന്റെ ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. അംഗത്വം ചേരുന്നതിനും അംഗത്വം പുതുക്കുന്നതിനും സബ്സ്ക്രിപ്ഷൻ അടയ്ക്കാനും വേണ്ടിയുള്ള ഒരു കട്ട് ഓഫ് ഡേറ്റ് തീരുമാനിച്ചിരുന്നു 12/4. അതിനുശേഷം നിരവധി പേരെ ഇതിലേക്ക് കുത്തിക്കയറ്റിയിരിക്കുന്നു. അഡ്വക്കേറ്റ് പിങ്കൽ ശശി അധ്യക്ഷത വഹിച്ചു. ഉന്നതിക്ക് വേണ്ടിയുള്ള ഭരണം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ അത് നമ്മൾ കൂട്ടായി അതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്നാണ് ആദ്യമായി എനിക്ക് പറയാം. കഴിഞ്ഞ 2 വർഷക്കാലം നമ്മളുടെ ബാറിൻ്റെ യാതൊരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ബാറിലെ ഇപ്പോൾ ഏകദേശം 400ഓളം വരുന്ന അഭിഭാഷകരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള പണത്തിന് യാതൊരു നിലയിലുള്ള കണക്കുകളും അവതരിപ്പിക്കാതെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ബാർ അസോസിയേഷൻ ഉദ്യോഗം നടത്തി പോയിട്ടുള്ളത്. AILU യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SS ബീനു സ്വാഗതം പറഞ്ഞു. അഭിഭാഷകരുടെ പരമാധികാര സഭയായ ജനറൽ ബോഡി തന്നെ ചോദ്യം ചെയ്ത് കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും കൃത്യമായ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കാൻ ബാർ അസോസിയേഷൻ സെക്രട്ടറിയോ പ്രസിഡന്റോ നാളിതുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ പാരമ്പര്യവും ചരിത്രവുമുള്ള ബാറാണ് പുനലൂർ ബാർ. ഇവിടെ നേരത്തെ ഇവിടെ പുനലൂർ ബാറിൽ ഒരു കാലഘട്ടത്തിൽ ബാർ അസോസിയേഷനിൽ ഭിന്നതയുണ്ടായി. ആ ഭിന്നതയുണ്ടായത് നമ്മുടെ സമൂഹത്തിലെ ചില തെറ്റായ നിലപാടുകൾക്കെതിരെ, സാധാരണ കർഷക തൊഴിലാളികൾക്ക് അവർക്ക് നിയമം ലംഘിക്കുകയും അവരെ ഭൂവുടമകൾ ദ്രോഹിക്കുകയും ചെയ്ത നിലപാടെടുത്തപ്പോൾ അതിൻ്റെ പേരിൽ കർഷക തൊഴിലാളികൾക്ക് സൗജന്യമായി നിയമസഹായം നൽകും എന്ന ബോർഡ് വെച്ചുകൊണ്ട് ഒരു കൂട്ടം അഭിഭാഷകർ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി ബാർ അസോസിയേഷനിൽ ഭിന്നിപ്പുണ്ടായിണക്കി. ആ ബാർ അസോസിയേഷൻ ഇവിടെ സമൂഹത്തിൻ്റെയും, ഞാൻ അഭിഭാഷകരുടെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ അടക്കമുള്ള പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ബാർ അസോസിയേഷനാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, മൺമറഞ്ഞുപോയ മഹാരഥന്മാരായ ഒട്ടേറെ നേതാക്കന്മാർ നിയമരംഗത്തും മറ്റെല്ലാ രംഗത്തും വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ നയിച്ചിട്ടുള്ള ഒരു ബാറാണ്. ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ബാർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വൈകല്യങ്ങളെക്കുറിച്ച് പിന്നീട് സൂചിപ്പിച്ചു. കഴിഞ്ഞ ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട അതിൻ്റെ ജനറൽ ബോഡി ആനുവൽ ജനറൽ ബോഡിയിൽ ഈ കണക്കുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട നിരവധി സുഹൃത്തുക്കൾ ആ ജനറൽ ബോഡിയിൽ ഉന്നയിക്കുകയും അത് സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. എന്നാൽ ആ തീരുമാനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്
വളരെ ബാറിൽ അംഗങ്ങളായിട്ടുള്ള സാധാരണക്കാരായ അഭിഭാഷകരുടെ അവരുടെ മാസവരിയും അതുപോലെ ഉള്ള വിവിധ തരത്തിലുള്ള ഫണ്ടുകൾ, ആ ഫണ്ടുകളുടെ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. വളരെ മോശമായി, നമ്മളെപ്പോലെയുള്ള അഭിഭാഷകർക്ക് വളരെ ആക്ഷേപം തോന്നുന്ന, നമുക്ക് വളരെ നമുക്കൊക്കെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആ സാമ്പത്തിക കാര്യങ്ങളിൽ അവർ കാണിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അതിനെ സംബന്ധിച്ചോളം ഇവിടെ നിരവധിയായ തരത്തിലുള്ള പ്രചരണങ്ങൾ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഏതാണ്ട് നമ്മുടെ ബാറിലെ എല്ലാ അംഗങ്ങൾക്കും അറിയാവുന്ന സംഗതികളാണ്. അതുപോലെ തന്നെ ബാറിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. നമ്മുടെ കഴിഞ്ഞ 2 വർഷക്കാലം ഏതാണ്ട് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ അതാണ് ശരി. കാരണം ഈ ബാറിൻ്റെ പലതരത്തിലുള്ള നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയാവുന്ന ആനുകൂല്യങ്ങൾ പലതും നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കത്തക്കവണ്ണം നേടിയെടുക്കാൻ കഴിയുമായിരുന്ന ആനുകൂല്യങ്ങൾ പലതും അത് ഗവൺമെൻറ്റിൽ പോകുമ്പോൾ നിലവിലുള്ള MLAയും അതുപോലെ ഭരണ സംവിധാനത്തെയും ഒക്കെ ഇടപെടുത്തി. അതൊന്നും ഒരു രാഷ്ട്രീയ ഇടപെടലില്ല. അത് നമ്മുടെ ഈ ബാറിന് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അത്തരത്തിൽ അതിനാണ് ബാർ അസോസിയേഷനെ തിരഞ്ഞെടുക്കുന്നത്. ഏത് ഗവൺമെന്റ് ആയാലും കാലാകാലങ്ങളിൽ രാഷ്ട്രീയമായ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായി ഇവിടെ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ, ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ അതൊക്കെ നേടിയെടുത്ത് ഈ ബാറിന്റെ വികസനത്തിന് വേണ്ടി ഒരുമിച്ച് വന്നത് അസോസിയേഷൻ ഇലക്ഷൻ അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പൊതുവായ താല്പര്യങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി വേണം പ്രവർത്തിക്കാൻ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അവർ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. അതിന് ശക്തമായി പ്രതികരിക്കാനുള്ള അവസരമാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്ന. പകരം ഗുരുതരമായ പിശകുകളും അവ്യക്തതയും നിറഞ്ഞ PDF കണക്കിറക്കി പുനലൂരിലെ അഭിഭാഷക സമൂഹത്തെ വെല്ലുവിളിക്കാനാണ് പ്രസിഡന്റും സെക്രട്ടറിയും ശ്രമിക്കുന്നത്. ഇത്തരം അവഹേളന സഹിക്കാൻ ഇനിയും പുനലൂരിലെ അഭിഭാഷക സമൂഹം തയ്യാറല്ലെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച വിവിധ അഭിഭാഷക സംഘടനാ നേതാക്കൾ പറഞ്ഞു. മുൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് J. ബാഹുലേയൻ, AILU സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് B. ഷംനാഥ്, അഡ്വക്കേറ്റ് PS. ചെറിയാൻ, അഡ്വക്കേറ്റ് S. സൂരജ്, അഡ്വക്കേറ്റ് വിമൽ K. പ്രകാശ്, അഡ്വക്കേറ്റ് ലെനു ജമാൽ, അഡ്വക്കേറ്റ് ഫിറോസ് ഖാൻ, അഡ്വക്കേറ്റ് PB. അനിമോൻ, അഡ്വക്കേറ്റ് U. ബിജു, അഡ്വക്കേറ്റ് സതീഷ് കുമാർ, അഡ്വക്കേറ്റ് T. രാജു, അഡ്വക്കേറ്റ് സാബു, അഡ്വക്കേറ്റ് അനൂപ് ഖാൻ എന്നിവർ സംസാരിച്ചു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.